ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറെ നാളുകൾക്ക് മുമ്പേ ചില യൂട്യൂബ് വ്ളോഗേഴ്സ് ഒരു ആദിവാസി ഓയിൽ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. M4Tech ആണ് തുടങ്ങി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾക്കാണ് നല്ല ചാമ്പ് റിയാക്ഷൻ വീഡിയോക്കാർ കൊടുത്തത്. ഇതുപോലുള്ള പ്രോഡക്ട്സ് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുക. റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അവരുടെ ഡിസ്ക്ലൈമറിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എൻ്റെ അടുത്ത് ചോദിച്ചു വരാൻ പാടില്ല എന്ന രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ല, അവർക്ക് അത് മാത്രമേ ചെയ്യാനുള്ളൂ ഈ കാര്യത്തിൽ. ഇപ്പൊ മമ്മൂട്ടിയെ വെച്ച് ഒരു ആഡ് ചെയ്യുന്നു, സൗന്ദര്യവർദ്ധക വസ്തു എന്നാണ്. മമ്മൂട്ടിക്ക് ഓൾറെഡി സൗന്ദര്യം ഉണ്ട്. ആ സൗന്ദര്യമുള്ള മനുഷ്യനെ എടുത്തിട്ട് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പാണ്, എന്തോ പണ്ടൊരു പരസ്യം ഉണ്ട്, 6 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് സൗന്ദര്യം വരുമെന്നോ വെളുത്തു വരുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. അതിനെതിരെ ഒരാൾ കേസ് കൊടുത്ത അവസാനം അയാളെ സെറ്റിൽ ചെയ്യേണ്ടി വന്നു. ഓൾറെഡി ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നവരെയൊക്കെ വെച്ചിട്ട് ഈ ആൾക്കാർ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഇതിനു മുമ്പ് റിയാക്ട് ചെയ്ത ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്ത ആളുകൾ സംസാരിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് ആൾക്കാർ പ്രതികരിക്കുന്നു. ഇതൊക്കെ എല്ലാം ഉണ്ടായിട്ടും ചില ആളുകൾ ഇതിനകത്ത് പോയി ചതിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രൊമോഷനിൽ പോയി വീണു കൊടുക്കുന്നു എന്ന് പറയുന്നത് ദുഃഖകരമായ കാര്യമാണ്. എത്രയോ വിഷയങ്ങൾ നമ്മൾ പറയുന്നു, ചില ഫ്രോഡ് ഗെയിം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആൾക്കാർ തിരിഞ്ഞു നോക്കില്ല, എന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പോയി വീണു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ M4Tech ചെയ്ത ആ വീഡിയോ കണ്ട് ഒരാൾ ഈ ഹെയർ ഓയിൽ വാങ്ങി 1-2 രൂപയ്ക്കല്ലോ, 2500 രൂപയ്ക്കാണ് ഓയിൽ വാങ്ങിയത്. ആ ഓയിൽ വാങ്ങിയിട്ട് അയാൾക്കൊണ്ട് അനുഭവമാണ് വിവരിക്കുന്നത്. ഇതൊരു പാഠമായിട്ട് ആരെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. എത്രയോ ഫാമിലി വ്ളോഗേഴ്സ്, എത്രയോ വ്ളോഗേഴ്സ് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ ഓരോ പ്രോഡക്റ്റ് എടുത്തും ഓരോ ഗെയിമിംഗ് ആപ്പുകളും ഓരോ ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. അവർക്കൊക്കെ പൈസ കിട്ടിയാൽ മതി, അല്ലാതെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്കില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യൂട്യൂബില് നിങ്ങളുടെ ചാനലുകളൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ചില ഫാമിലി വ്ളോഗേഴ്സ് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നത്, നിങ്ങളുടെ വീഡിയോസ് കാണുന്നതും. അവിടെ നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതെല്ലാം മറന്നു വെച്ചിട്ട് എന്തു ആയാലും കുഴപ്പമില്ല, ആരെ വിറ്റിട്ടായാലും കുഴപ്പമില്ല, ചാരിറ്റി വിറ്റിട്ടായാലും കുഴപ്പമില്ല, സെന്റിമെന്റ്സ് വിറ്റിട്ടായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നവരുടെ പിന്നാലെ ഓടി നടന്ന് അവർ പറയുന്നതൊക്കെ വിശ്വസിച്ചോരെന്ന് വാങ്ങിക്കൂട്ടുന്നവർക്ക് ഇതൊരു പാഠമെങ്കിലും ആകട്ടെ എന്ന് എഴുതി ചെയ്യുന്ന റിയാക്ഷനാണ്. അയാളെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. ആദിവാസി കമ്മ്യൂണിറ്റിയുടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി ഓയിൽ 3 മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് ഇത്രത്തോളം മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, നല്ല ഉള്ളുള്ള മുടിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വെട്ടി, എന്റെ ശാരീരിക അസ്വസ്ഥതയും എല്ലാം കൊണ്ട് ഞാനത് വെട്ടി. ഇപ്പൊ രണ്ടാമതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, എന്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം, സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ആക്ടിംഗ് പർപ്പസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് രണ്ടാമതും. അപ്പോൾ ഇയാളുടെ ഒരു ഏർജൻസി അവിടെ ഉണ്ട്. അയാൾക്ക് പെട്ടെന്ന് മുടി വളരണമെന്ന് ആഗ്രഹം. നേരത്തെ മുടിയുണ്ടായ ഒരു മച്ചാനാണ്. അദ്ദേഹത്തിന്റെ താടിയും മുടിയൊക്കെ ഇൻസെറ്റ് കാണിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് അസൂയ തോന്നുന്നു, നല്ല നീളമുള്ള താടിയും നല്ല നീളമുള്ള മുടിയും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് മുടി വെട്ടേണ്ടി വന്നു. അപ്പോൾ മുടി വെട്ടേണ്ട സാഹചര്യത്തിൽ മുടി വെട്ടി, പെട്ടെന്ന് മുടി വളരണമെന്നൊരാഗ്രഹം വന്നു. ഈ ഏർജൻസി ഉള്ള ആൾക്കാരെയാണ് ഇത്തരത്തിൽ ആൾക്കാർ പറ്റിക്കുന്നത്. പൈസക്ക് ഏർജൻസി ഉള്ളവർ ഏതെങ്കിലും ലോൺ ആപ്പുകാർ ഒന്ന് പറ്റിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമിംഗ് ആപ്പുകാർ കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്നാൽ പിന്നെ ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ച് അവരെ പറ്റിക്കും. അല്ലെങ്കിൽ തന്നെ ഫ്രോഡൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെ പിടിച്ച് പകത്തിടാൻ പോവാണ്, ഇത്ര പൈസ അയച്ചില്ലെങ്കിൽ നിങ്ങളെ CBI പിടിക്കും, നിങ്ങളെ കേസിൽ പൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നവർ ചെയ്യുന്നതും ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ലോജിക്കിലൊന്നും ചിന്തിക്കില്ല, എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നതെടുത്ത് പെരുമാറും. അപ്പോഴാണ് ഇതുപോലെ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെന്ന് തലവെച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. മുടി എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റപ്പെടുത്തത്തിന് തന്നെ നല്ല മുടി പൊളിച്ചിലാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ യൂസ് ചെയ്തത് സെപ്റ്റംബർ 27-ാം തീയതി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇന്ന് 25 ദിവസമായി. 25 ദിവസമായിട്ടും യാതൊരു ഫലവും കണ്ടിട്ടില്ല. പക്ഷെ വേറെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലുകളും കാര്യങ്ങളും ഞാൻ വേറെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വരുത്തിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിടുന്ന ഓയിലിന്റെ അത്രയും പോലും ഫലം ഇത് ചെയ്യുന്നില്ല. കാരണം ഇത് ലിറ്ററിന് 2500 രൂപയാണ്. എന്തായാലും ഇത് വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇനി കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഇനിയും മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വേറെ അമ്മച്ചിനോട് പറഞ്ഞിട്ട് വേറെ ഒരു ഓയിലൊക്കെ ഉണ്ടാക്കി. അമ്മച്ചിയുടെ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും പോലും മുടിയും കൊഴിയാറുള്ള താരം നിങ്ങൾക്ക് എൻ്റെ ഇതുമൊക്കെ കാണാൻ പറ്റും. താരനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അമ്മച്ചിനോട് എണ്ണ കാച്ചി കൊടുത്തുവിടാനാണ് ഞാൻ പറയാൻ പോണത്.
3 മാസം കൊണ്ട് മുടി വളരില്ല എന്നുള്ള കാര്യം സാധാരണ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ആ എംഫോടെക്കിൻ്റെ വീഡിയോ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കുറേ പേരെ തിരിച്ചു നിർത്തി തിരിച്ചറിയപ്പെടേണ്ട നടത്തുന്ന പരിപാടിയാണ്. തിരിഞ്ഞു നിർത്തിയിട്ട് ഈ ചേച്ചിയുടെ മുടി കണ്ടോ, ഈ ചേച്ചിമാരുടെ മുടി കണ്ടോ എന്ന് തുടങ്ങുന്ന വീഡിയോ പിന്നെ നമ്മളെ കാണിക്കുന്നത് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചേട്ടന്മാരായി തീരുന്നു പെട്ടെന്ന്. എന്നിട്ട് ചേട്ടന്മാർ വളർത്തിയ മുടിയാണ്, ഏകദേശം നമ്മുടെ നിതംബം വരെ ഇറങ്ങിക്കിടക്കുന്ന മുടിയാണ് അവർക്കുള്ളത്. ഇത്രയും മുടി 3 മാസം കൊണ്ട് വളരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതെങ്കിലും എണ്ണയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ഇവരൊക്കെ ഇതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നതെന്ന്. നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അർജൻസി കൊണ്ട് അദ്ദേഹം ചെയ്താണ്. അതെ, അർജൻസി ഉള്ളവരിങ്ങനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക്. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തവണയാണ് മുടി വളർത്തിയിട്ടുള്ളത്. ഒന്ന് അന്യൻ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു ക്രേസിൽ മുടി വളർത്തിയതാണ്. പിന്നീട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പർപ്പസിന് വേണ്ടിയാണ് മുടി വളർത്തിയത്. ഏറ്റവും അവസാനം മുടി വളർത്തിയതല്ല, കൊറോണ ടൈമിൽ മുടി വെട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മുടി വളർന്നതാണ്. അപ്പം പിന്നെ കുറച്ചാൾ ഇവിടെ വളർത്തിയിട്ട് നടന്നു എന്നേ ഉള്ളൂ. അപ്പോഴും നമ്മൾക്കൊന്ന് കോമൺ സെൻസോടെ ചിന്തിക്കാമല്ലോ. നമ്മളൊന്ന് മുടി വെട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ മുടി വെട്ടിയിട്ട് ഏകദേശം 1 മാസം ആകാറായി. അപ്പം എന്തോരം വളരുമെന്ന് നമ്മൾക്കറിയാം. ആ ഒരു സ്വാഭാവിക വളർച്ച മാത്രമേ നിങ്ങൾ ഏത് ഓയിൽ ഉപയോഗിച്ചാലും ഏത് രീതിയിലുള്ള ഓയിൽ ഉപയോഗിച്ചാലും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പിന്നെ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഹെയർ കുറച്ച് നന്നായിട്ട് നോക്കിക്കൊണ്ട് നടക്കണം. അതായത് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തിന് ഒരുപാട് വേർപടിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ താരൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരും. അത് മുടി പൊട്ടിപ്പോകുന്നതിനിടയാക്കും. കൊഴിയുന്നതിനേക്കാൾ കൂടുതൽ മുടി പൊട്ടിപ്പോകുന്നതിന് സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടാതിരിക്കും, മുടിയുടെ നീളം വർദ്ധിച്ചു വരും. ഇത്രയും മാത്രമേ ഏതൊരു ഹെയർ കെയർ പ്രൊഡക്റ്റിനും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്വാഭാവികമുള്ള മുടി വളർച്ചയുടെ സ്പീഡ് കൂട്ടി 3 മാസം കൊണ്ട് മുട്ടുകാല വരെ കിടക്കുന്ന മുടിയൊന്നും ഉണ്ടാക്കാൻ ഒരു പ്രൊഡക്റ്റും പറ്റില്ല. ഇപ്പോൾ അമ്മിച്ചി ഉണ്ടാക്കുന്ന ഓയിലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത് ഇവിടുത്തെ വെള്ളം കുറച്ച് കട്ടിയുള്ള വെള്ളമാണ്, അതുകൊണ്ട് മുടി കൊഴിയുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ വന്നപ്പോൾ ഉള്ള മുടിയൊക്കെ തന്നെ ഇപ്പം എനിക്കുള്ളത്, വലിയ മാറ്റമൊന്നുമില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ മുടി അങ്ങനെ പൊഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മുടി അവിടെ ഇരിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെയും പിന്നെ എൻ്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള എഫക്ട്സിൻ്റെയും കൊണ്ട് ചിലപ്പോൾ മുടി പൊഴിഞ്ഞ് പോയേനെ. എന്നിരുന്നാലും മമ്മി നാട്ടിൽ പോകുമ്പോൾ കാച്ചി എണ്ണ തന്നുവിടും. അത് തീർന്നു കഴിയുമ്പോഴേക്കും പറയണം വേറെ തന്നുവിടാന്ന് പറയും. ഞാൻ പറയാറില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറേ പണിയാണ്. കാടും പടലവും കയറി കുറേ സാധനങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് വന്നിട്ടാണ് ഈ മമ്മി ഇത് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ പറയാറില്ല അത് ഉണ്ടാക്കി തരണമെന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഹെയർ കെയർ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ സാധാരണ ഓയിൽ കിട്ടുന്ന മസാജ് ചെയ്തതിന് ശേഷം ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ കൃത്യമായ ഇടവേളകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ കെയർ നടന്നു പോകും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആദിവാസി ഓയിലൊന്നും ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സിനിമ നടൻ പറയുന്നത് പോലെയല്ലേ ഈ യൂട്യൂബ് വ്ളോഗേഴ്സ് പറയുമ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു അയൽക്കാരൻ പറയുന്നത് ഒരു ഫീൽ ഉണ്ട്. അതാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പം മമ്മൂട്ടി വന്ന് പറയുകയാണ് മുടി വളരാനായിട്ട് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നു പറയുന്നത് നമ്മളൊരു പരസ്യം പോലെ അതിനെ തള്ളിക്കളയും. പക്ഷേ ഒരു ഫാമിലി വ്ളോഗർ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്ളോഗർമാർ വന്നെന്ന് പറയണതാ നല്ലൊരു എണ്ണയാണ് കേട്ടോ, മുടി വളരാൻ ഉത്തമമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കും. കാരണം നമ്മൾ വീടിനടുത്തുള്ള ആൾക്കാർ പറയുന്നത് പോലെയാണ് അവരെടുക്കുന്നത്. ഈ ഒരു സാധ്യത ഉപയോഗിച്ചിട്ടാണ് ഇമാതിരി പ്രൊഡക്ട്സ് ഒക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് തള്ളിവിടുന്നതും. മുഖം വെളുക്കാൻ ഇത് തേക്കൂ, കണ്ണ് ചുമക്കാൻ ഇത് തേക്കൂ, ചുണ്ട് ചുമക്കാൻ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങി അതങ്ങനെ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇതുപോലുള്ള ഗുലുമാലൊക്കെ പോയി പെടും. എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട്. കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനൊക്കെ വിശ്വസിച്ച് എംഫോർട്ടേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത്. അപ്പോൾ ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിട്ടും ഇതൊന്നും രക്ഷയില്ല. 3 മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അത് കാരണം നമ്മൾ വാങ്ങിച്ചതാണ്. നമുക്ക് അത്രയും അത്യാവശ്യമാണ് മുടിയും കാര്യങ്ങളും താടിയൊക്കെ. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസിൽ അവരുടെ മുടിയായിരുന്നു മുടിയും താടിയൊക്കെ. അപ്പോൾ പക്ഷേ അതൊരു വിശ്വാസവഞ്ചന തന്നെ ആയിപ്പോയി. ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ വിശ്വസിപ്പിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ കാണാം, ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് പൈസ പോയാലല്ല, ഒരു വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചിട്ട് അത് നമ്മളെ ചതിക്കുക എന്നുള്ളൊരു രീതി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വേണ്ടത്. പൈസ പോകണമെങ്കിൽ പോട്ടെ, അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1-2 കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയാനുണ്ട്. 1, ഇയാൾ വിശ്വസിച്ചു പോയ കാര്യം. 2, നിയമ നടപടി എടുക്കുന്ന കാര്യം. 3, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോകുന്ന കാര്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ സിനിമയാണ്. ചില ആൾക്കാർ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഞാനിടുന്ന ഡ്രസ്സാണ്. ഇപ്പോൾ ചില ദിവസങ്ങൾ ക്ലൈൻറ്റ് മീറ്റൊക്കെ ഉള്ള സമയത്ത്
നമ്മൾ ഫുള്ള് ഡ്രസ്സപ്പ് ചെയ്ത് കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കൾ പറയും, ഓ ഇന്ന് നിങ്ങൾ ക്ലയൻറ്റിനെ ഉറപ്പായിട്ടും വീഴ്ത്തുള്ള പരിപാടിക്കല്ല വരുന്നത്. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ മുടി ഒതുങ്ങിയിരിക്കുന്നതും ഞാൻ ധരിക്കുന്ന ഡ്രസ്സുമാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു അപാകത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഡൻസിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് പോകും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാഷൻ സിനിമയാണ്. അതിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുടിയിലും താടിയിലുമുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ്. അതിപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന സഹോദരൻ, അതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഹെയർ കെയർ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ കാലയളവിൽ നിങ്ങളുടെ മുടി വളരും. അല്ലാതെ ഒരു ഷോർട്ട് കട്ടിന്റെ പിന്നാലെ പോകേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, നിയമ നടപടി. നിങ്ങൾക്ക് നിയമ നടപടിക്ക് പോകാം. അദ്ദേഹത്തിന്റെ വീഡിയോസിന്റെ കോപ്പി കയ്യിലുണ്ടാവുമല്ലോ, ആ കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ വിഷയമായിട്ട് നിങ്ങൾക്ക് നിയമ നടപടിക്ക് പോവാം. പക്ഷെ ഇതൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇറങ്ങാൻ തീരുമാനിച്ചതിന്റെ അറ്റം കാണുന്നവരെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറങ്ങാനായിട്ട് ഒരുപാട് ഡിസ്കറേജസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ ഓവർകം ചെയ്യും എന്ന് വിചാരിച്ചു വേണം പോകാൻ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നീതിയായിരിക്കും ബാക്കിയുള്ള ആളുകൾ ഇതുപോലുള്ള പരസ്യങ്ങളിലും ഇതുപോലുള്ള പ്രൊമോഷനിലൊക്കെ ചെന്ന് വീഴാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം ചെന്ന് വീണ സാഹചര്യമാണ്, വിശ്വസിച്ച് വീണു. എത്രയോ പേര് പറഞ്ഞു അല്ലേ, ഇത് ശരിയല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല, ഇതിലൊന്നും ആരും വീണ് വഞ്ചിതരാകരുത്. ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ലാതെ ചെയ്യുകയാണെന്ന് പറയും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, മറ്റുള്ളവർ എന്താ ചെയ്യണമെന്ന് നോക്കിയിരിക്കുകയാണ്. ചില മല്ലു ഫാമിലിയെ പോലുള്ള ചില ടീംസ് ഉണ്ട്. അപ്പം അവർ പറയും, ഞങ്ങളെ വെച്ചിട്ട് ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കണം. അവർ ബാക്കി വീട്ടുകാർ പുറത്തു പോകുന്നത്, കടയിൽ പോകുന്നത്, അപ്പം ചുട്ട് തിന്നുന്നതോ ഉപ്പിലിട്ടതോ ഊറ്റിക്കുടിച്ചു പോകുന്നതും നമ്മൾക്കൊരു വിഷയമേ അല്ല. പക്ഷെ സമൂഹത്തിന് ദോഷമാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ ആളുകൾ വഞ്ചിക്കപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് പ്രതികരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് തോട്ട് എടുക്കാൻ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ശ്രമം നടത്തുക. ഈ പറയുന്ന വ്ളോഗേഴ്സിൽ നിന്നും കണ്ണടച്ച് വിശ്വസിച്ച് അവർ പറയുന്ന പ്രൊഡക്റ്റൊക്കെ എടുത്ത് അവിടെ തേക്കാനും ഇവിടെ തേക്കാനും നിൽക്കാതിരിക്കുക. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.